ഈ മദർലാൻഡ് അല്ലെങ്കിൽ മാതൃഭൂമി എന്നുള്ള സങ്കല്പം അത് ഭാരതത്തിൻ്റെ സ്വന്തമാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ജവാന്മാർ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ അവർ വിളിക്കുന്ന ഭാരത് മാതാ കീ ജയാണ്. കാരണം അവർ അമ്മയുടെ മാനം കാക്കാനാണ്, ഭാരത മാതാവിൻ്റെ മാനം കാക്കാനാണ് അവർ ഈ ഉറക്കമൊഴിച്ച് ഈ കഷ്ടപ്പാടും ഈ മരം കൊച്ചുന്ന മഞ്ഞത്തും നമ്മുടെ അതിർത്തി കാത്ത് കാവലാൾമാരായിട്ട് അവർ നിൽക്കുന്നതിൻ്റെ കാരണം അമ്മ എന്ന സങ്കല്പത്തെ അവർ നെഞ്ചിലേറ്റി വാങ്ങിയതുകൊണ്ടാണ്. നമസ്കാരം. പരിസ്ഥിതി ദിനത്തിൽ സർക്കാർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയുണ്ടായ വിവാദം, അതായത് ഭാരതാംബയുടെ ചിത്രം പൂജിക്കാൻ പറ്റില്ല എന്നുള്ള ഇടത് സംഘടനാ നേതാക്കളുടെ നിലപാട്, അതിനെതിരെ ഗവർണർ എടുത്തിരിക്കുന്ന തീരുമാനം, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ എന്താണ് BJPയുടെ ഒരു നിലപാട് എന്നതറിയണം. നമുക്കിപ്പോൾ കുമ്മനം രാജശേഖർ സാർ ഉണ്ട്. സാർ, ഈ ഒരു വിഷയത്തിൽ എന്താണ് BJPയുടെ നിലപാട് എന്ന് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. ഭാരത് മാതാവിനെ ഒരു വിവാദമാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ CPI നടത്തുന്ന ശ്രമം അപലപനീയമാണ്. ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പം അത് നമ്മുടെ കേരള ഗവർണറുടെ കണ്ടുപിടുത്തമല്ല, അദ്ദേഹം സ്വന്തം കൽപ്പിച്ചുണ്ടാക്കിയ ഒരു ബിംബമല്ല അത്. ഈ നാട്ടിലെ ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ എത്രയോ വർഷക്കാലമായി തങ്ങളുടെ നാടിനെ മാതൃഭൂമിയായിട്ട് കരുതുന്നു, അമ്മയായി കരുതുന്നു. അങ്ങനെ ഭാരത മാതാവ് എന്നുള്ള സങ്കല്പം നമ്മുടെ പ്രമുഖരായിട്ടുള്ള എല്ലാ ദേശീയ നേതാക്കളും അംഗീകരിച്ച് ജനങ്ങളിൽ ദേശീയ ബോധം ഉണ്ടാക്കാൻ, രാജ്യസ്നേഹവും ദേശാഭിമാനവും വളർത്താൻ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. രവീന്ദ്രനാഥ ടാഗോറാകട്ടെ, ഒരിക്കൽ KM മുൻഷി അറിയപ്പെടുന്ന ഏറ്റവും വലിയ ചിന്തകനാണ്. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്ത് അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം അരവിന്ദ ഘോഷിനോട് ഈ ചോദ്യം ചോദിച്ചതാണ്: നിങ്ങൾ ഈ ഭാരതത്തെക്കുറിച്ച് എന്ത് കരുതുന്നു, എങ്ങനെയാണ് വിവക്ഷിക്കുന്നത്? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തു: ഈ ഭാരതം അമ്മയാണ്. ഈ ഇവിടുത്തെ നദികളും എല്ലാം പുഴയും മലകളും എല്ലാം അമ്മയുടെ ശരീരമാണ്. ഇവിടുത്തെ ജനങ്ങൾ അമ്മയുടെ മക്കൾ, അത് ഈ അമ്മയുടെ സിരകളാണ്. ഇതമ്മയാണ് എന്ന് അദ്ദേഹം വളരെ വെട്ടിത്തുറന്ന് പറഞ്ഞത്. ഇവരൊക്കെ ഈ ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ആവേശം പകർന്നു കൊടുത്തവരാണ്, ത്യാഗം സഹിച്ചിട്ടുള്ളവരാണ്. വന്ദേ മാതരമെന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി പാടിയത് വെറുതെയല്ല. ആ ഒരൊറ്റ വന്ദേ മാതരം എന്ന ആ ഒരൊറ്റ ഗാനത്തിലൂടെ ബംഗാളിൻ്റെ വിഭജനമാണ് മുടങ്ങിപ്പോയത്. അല്ലെങ്കിൽ 1905 ബംഗാളിനെ വിഭജിച്ചത് ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളിൽ രാജ്യസ്നേഹം വളർത്തി, ദേശീയ അവബോധമുണ്ടാക്കി, അവരെ സംഘടിപ്പിച്ച അമ്മ എന്ന വികാരം അവരിലേക്ക് പകർന്നു കൊടുത്തത്, അമ്മയെ വെട്ടിക്കീറി മുറിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കോളേജുകൾ, സ്കൂളുകളിലൊക്കെ കുട്ടികളെല്ലാം തെരുവീതിയിൽ ഇറങ്ങി അങ്ങനെ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് പോയൊരു കാലമുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ടുകാലം മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതാണ്. അത് ഗാന്ധിജി അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇനി നെഹ്റു പറഞ്ഞ കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം. നെഹ്റുവും ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ദിശാബോധം പകർന്നു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാചകം വായിക്കാം: യു ആർ പാർട്സ് ഓഫ് ദിസ് ഭാരത് മാത. ഐ ടോൾഡ് ദം യു ആർ ഇൻ എ മാനർ യുവർ സെൽഫ് ഭാരത് മാത. ആൻഡ് ആസ് ദിസ് ഐഡിയ സ്ലോലി സോക്ഡ് ഇൻ ടു ദെയർ ബ്രെയിൻസ്, ദെയർ ഐസ് വുഡ് ലൈറ്റ് അപ്പ് ആസ് ഇഫ് ദേ ഹാഡ് മെയ്ഡ് എ ഗ്രേറ്റ് ഡിസ്കവറി. അപ്പോൾ ഈ ഭാരത് മാത എന്നുള്ള ഭാരത് മാത, മദർ ഇന്ത്യ, വാസ് എസെൻഷ്യലി ദീസ് മില്യൺസ് ഓഫ് പീപ്പിൾ ആൻഡ് വിക്ടറി ടു ഹെർ മെന്റ് വിക്ടറി ടു ദീസ് പീപ്പിൾ. വിക്ടറി ടു ഹെർ മെന്റ് വിക്ടറി ടു ദീസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വിജയമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയം. ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയം അമ്മയുടെ വിജയമാണ്, ഭാരത് മാതാവിൻ്റെ വിജയമാണ്. ഇതെല്ലാം നമ്മുടെ രേഖകളാണ്. ഇതൊന്നും ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയതൊന്നുമല്ല. അപ്പോൾ ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെ തന്നെ നമുക്കറിയാലോ, മാതൃഭൂമി എന്ന് പറയുന്ന മദർലാൻഡ് എന്ന് ഉള്ള അഭിസംബോധന എത്രയോ സ്ഥലങ്ങളിൽ ആരെല്ലാം ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ കേരള ഗവർണറും ആ നിലയ്ക്ക് അതിനെ കാണുന്നു. ഇന്ന് പ്രചാരത്തിൽ ഭാരത് മാതാവിൻ്റെ ഒരു ചിത്രമേ കാണാനോ. വേറെ ഏതെങ്കിലും CPIക്ക് വേറെ ചിത്രമുണ്ടോ? ഇനി ഭാരത് മാതാ, അതല്ല, ഭാരത് മാതാവിനെ അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ അത് പറയട്ടെ. അപ്പോൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ഇതിനു മുമ്പ് പണ്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കാം.
ഈ പറയുന്നത് പോലെ ഭാരത് മാതാ എന്ന് പറയുന്ന ആ ഒരു ചിത്രം അത് BJP-യുടേത് മാത്രമാണ് എന്നും അത് രാഷ്ട്രീയവൽക്കരിച്ച് ഒരു വിജയം നേടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രീതിയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പലരും പറയുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പൊക്കെ നിൽക്കുന്ന സമയത്തിലാണ് ഇങ്ങനെ ഒരു വിവാദം കൂടെ വരുന്നത്. കേരളത്തിലെ BJP സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഇതൊരു ആയുധമാക്കും എന്നതൊക്കെ പല ആളുകളും ഇതിന്റെ പേരിൽ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതികരണത്തോടെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ദേശത്തിൽ കോൺഗ്രസ് നേതാക്കിയപ്പോൾ VD സതീശൻ ഇത്ര വലിയ ആവേശത്തോടുകൂടി എതിർക്കുന്നു. ഞാൻ VD സതീശൻ ചോദിക്കുന്നു, നിങ്ങളുടെ മുമ്പുള്ള നേതാക്കന്മാരല്ല, ഞാനിപ്പോൾ നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു, എത്രയോ നേതാക്കന്മാർ ഈ ഭാരത് മാതാ കീ ജയ് വിളിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഭാരത് മാതാ കീ ജയ് എന്നൊരു ഒറ്റ മുദ്രാവാക്യം മുഴങ്ങിയിട്ടുള്ളൂ. എല്ലാവരും ഏറ്റുവിളിച്ചതും ആർത്തു വിളിച്ചതും അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചതും ഈ ഒരൊറ്റ മുദ്രാവാക്യമാണ് ഭാരത് മാതാ കീ ജയ്. അത് വിളിച്ച ആൾക്കാർ ഇത് തിരുത്തി പറയുകയാണ്. ഇപ്പോൾ തിരുത്തി പറയുന്നത് എന്താണ്? തിരുത്തി പറഞ്ഞാൽ എന്തോ നേട്ടമുണ്ടെന്നാണ്. ഇതിനെ എതിർത്താൽ, ഭാരതമാതാവിനെ എതിർത്താൽ ഇവിടുത്തെ വിഘടനവാദികളും വിധ്വംസക ശക്തികളും അവർക്കൊക്കെ ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കാം. അതിലൂടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്നായിരിക്കും അവർ ധരിക്കുന്നത്. നിലമ്പൂർ പോലെയുള്ളൊരു സ്ഥലത്ത് ഇത് പറഞ്ഞാൽ കുറേ വോട്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് CPI വിചാരിക്കുകയാണ്. കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അതായത് ഭാരത് മാതാ RSS എന്നൊക്കെ പറഞ്ഞ് ഇട്ട് വിരട്ടിയാൽ കുറേ ആളുകൾ പേടിക്കുമെന്നും അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ വോട്ട് നേടാമെന്നും ഉള്ള കണക്കൂട്ടലാണ്. പക്ഷേ ഇവിടെ ഭാരത് മാതാ സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെച്ച മുസ്ലിം നേതാക്കന്മാരുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്, നിരവധി ആളുകളുണ്ട്, ഞാനിപ്പോൾ കവികളുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാത്തത്, ഈ ആളുകൾ എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ അവിടെ ഇപ്പോഴും രാഷ്ട്രപതിയുടെയോ ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ മുൻ രാഷ്ട്രപതിയുടെ ചിത്രം വെക്കുന്നില്ല? അതെന്ത് കാരണത്താലാണ്? അതിനോടും വിരോധമാണ്. അപ്പോൾ ഇതിനോടൊക്കെ വിരോധം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യം വേറെയാണ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ കുറേ ആളുകളെ പീഡിപ്പിക്കാൻ സാധിക്കും, കുറേ വോട്ട് തട്ടിയെടുക്കാൻ പറ്റും. വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇത്, തരംതാണ രാഷ്ട്രീയമാണ്. ഇതൊക്കെ ഒരു നിക്ഷിപ്ത സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദേശീയ താല്പര്യമില്ല, രാഷ്ട്ര താല്പര്യമില്ല, പൊതു താല്പര്യമില്ല, സമൂഹത്തോടുള്ള കടപ്പാടില്ല, വിധേയത്വമില്ല. ഇതൊക്കെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ എന്തിനേയും തള്ളിപ്പറയുക, രാഷ്ട്രത്തെ തന്നെ വേണമെങ്കിൽ തള്ളിപ്പറയുക. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നയമാണ്. അതിപ്പോഴും അവർ തുടരുന്നു എന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം രാജ്ഭവനെയും ഗവർണറെയും സംബന്ധിച്ച് അവിടെ ഒരു കാര്യം, എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി ദിനത്തിൽ സർക്കാർ സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. ആ ഒരു പരിപാടിയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതെന്ന് തോന്നുന്ന ഒന്നും തന്നെ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊതുവെ വരുന്നൊരു സംശയം, ഈ ഭാരത് മാതാ എന്ന് പറയുന്നത് ആരുടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്വന്തമാണ് എന്ന തരത്തിലുള്ള ചില പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്ററും ആ ഒരു സംശയവും അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഭാരത് മാതാ എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ എല്ലാവരുടെയും സ്വന്തമാണ്. ഭാരത അമ്മയാണ്, അമ്മയുടെ മക്കളാണ് ജനങ്ങൾ. അതുകൊണ്ട് ഇത് ആരുടെയും കുത്തകയല്ല, എല്ലാവരുടേതുമാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എല്ലായിടത്തും ഉള്ളതാണ്. എല്ലാ കാലങ്ങളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വലിയൊരു മുദ്രാവാക്യമാണ്, അതിലൂടെ വലിയൊരു സന്ദേശമാണ്. ഈ മദർലാൻഡ് അല്ലെങ്കിൽ മാതൃഭൂമി എന്നുള്ള സങ്കല്പം അത് ഭാരതത്തിൻ്റെ സ്വന്തമാണ്. ഈ നാട്ടിലെ ഇപ്പോൾ ജവാന്മാർ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ അവർ വിളിക്കുന്നത് ഭാരത് മാതാ കീ ജയാണ്. കാരണം അവർ അമ്മയുടെ മാനം കാക്കാനാണ്, ഭാരത മാതാവിൻ്റെ മാനം കാക്കാനാണ് അവർ ഈ ഉറക്കമൊഴിച്ച് ഈ കഷ്ടപ്പാടും ഈ മരം കൊച്ചുന്ന മഞ്ഞത്തും നമ്മുടെ അതിർത്തി കാത്ത് കാവലാൾമാരായിട്ട് അവർ നിൽക്കുന്നതിൻ്റെ കാരണം അമ്മ എന്ന സങ്കല്പത്തെ അവർ നെഞ്ചിലേറ്റി വാങ്ങിയതുകൊണ്ടാണ്. അതിനെതിരെ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നവർ വാസ്തവത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഒരു വിവാദം ഉണ്ടാക്കി മുതലെടുപ്പ് നടത്തുകയാണ്. സത്യത്തിൽ ഈ ചടങ്ങിൽ ഭാരത് മാതാവിൻ്റെ ചിത്രമുണ്ടെങ്കിൽ അവിടെ പുഷ്പാർച്ചന നടത്തണം, മന്ത്രി പ്രസാദ് പുഷ്പാർച്ചന നടത്തേണ്ടതെന്ന് വെച്ചാൽ പോരെ. ഇവിടെ നിലവിളക്ക് കൊളുത്തുന്ന സന്ദർഭത്തിൽ നമുക്കറിയാമല്ലോ, നിലവിളക്ക് കൊളുത്താൻ താല്പര്യമില്ലാത്തവരുണ്ട്, അവർ കൊളുത്താതെ മാറി നിൽക്കുകയുള്ളൂ, കൊളുത്തുന്നവർ കൊളുത്തിക്കോട്ടെ, അതിനെന്താ. അപ്പം ഇത് അവിടെ പടമിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനിത് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ അസഹിഷ്ണുതയാണ്. ഈ അസഹിഷ്ണുത തീർച്ചയായിട്ടും വെച്ച് കുറിപ്പിക്കാവുന്നതല്ല. ബഹുസ്വരതയുള്ളൊരു സമൂഹമാണ്. ഈ നാട്ടിനെ അമ്മയായി കാണാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വിളിച്ച ഒരു മുദ്രാവാക്യത്തെ ഇപ്പോൾ തങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തോ ചേതോ വികാരമുണ്ട്. ആ വികാരത്തെ
ആ വികാരം ഭാരതത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഹാനികരമാണ്. ഭാരതം ഒന്നാണ്, ഒരമ്മ പെറ്റ മക്കളാണ് നമ്മൾ എന്ന വികാരം ജനങ്ങളിൽ ഉണർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഏകത എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ. ഭാരതത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും ഐകമത്യം അരക്കെട്ടുറപ്പിക്കാൻ, ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ വൈകാരികമായൊരു ഐക്യം ആവശ്യമാണ്. അത് ഭാഷയ്ക്കും വേഷത്തിനും ആചാരത്തിനും വിശ്വാസത്തിനും സങ്കല്പത്തിനും മതത്തിനും ജാതിക്കും അപ്പുറത്താണ്. ആ ദേശീയ വികാരം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, നാടിനെ വണങ്ങാൻ, നാടിനെ നമസ്കരിക്കാൻ ഉള്ള പ്രവണത ജനങ്ങളിൽ വളരണം. രാഷ്ട്രമാണ്, നേഷൻ ഫസ്റ്റ് എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇപ്പം കൃഷിമന്ത്രി പറഞ്ഞത് പ്രകാരം ഭരണഘടന ലംഘനമാണ് എന്ന് പറയുന്നു. പക്ഷേ ഒരു ഗവർണറെ സംബന്ധിച്ച് അവിടെ എന്ത് പരിപാടി എങ്ങനെ നടത്തണം എന്നുള്ള തീരുമാനം അദ്ദേഹത്തിനെ കൂടെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇത് ഭരണഘടനാ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നതല്ല, മറിച്ച് ആ പരിപാടി മറ്റൊരു സ്ഥലത്ത് സംഘടിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഇടത് നേതാക്കന്മാരുടെ തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതാണ് ഭരണഘടനാ ലംഘനം. പി പ്രസാദ് മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിളിക്കുന്നു, അദ്ദേഹമാണ് ഭരണഘടന ലംഘിച്ചത്. ഒരു ഭരണഘടനാ സ്ഥാപനം, അതാണ് രാജ്ഭവൻ. ഭരണഘടനാ പദവി വഹിക്കുന്നയാളാണ് ഗവർണർ. അദ്ദേഹത്തിൻ്റെ വസിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രമായിട്ടുള്ള രാജ്ഭവൻ ഒരു പരിപാടി നടത്തുമ്പോൾ എന്തിനത് ബഹിഷ്കരിക്കണം, എന്തിനതിനെ നിന്ദിക്കണം? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അത് പറയാം, അതല്ലെങ്കിൽ ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതെന്ന് നോക്കാം. പക്ഷേ അത് ബഹിഷ്കരിക്കുന്നതിനാണ്. ബഹിഷ്കരിക്കുക മാത്രമല്ലല്ലോ, മറ്റൊരു പരിപാടി സംസ്ഥാന സർക്കാരിൻ്റേതെന്ന് പറഞ്ഞ് സംഘടിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടും തെറ്റാണ്. ഇത് തെറ്റായ പ്രവണത ജനങ്ങളിലേക്ക്, സന്ദേശമാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്ത് നേടിയെടുക്കാനാണ്? CPIക്ക് ഇപ്പോൾ എന്ത് നേടിയെടുക്കാനാണ്? എൻ്റെ ഭാരതം എൻ്റെ അമ്മയാണ്, ഭാരതം എൻ്റെ അമ്മ എന്ന സങ്കല്പത്തോടു കൂടി കഴിയുന്നു. കാരണം ഇപ്പോൾ തന്നെ അറിയാം, ഭൂമിയെ വന്ദിക്കുന്നു, ഭൂമി അമ്മയായി കരുതുന്നവരുണ്ട്, എത്രയോ ആളുകളുണ്ട്. എല്ലാം ആദരിക്കുന്നു, ഓരോ പ്രകൃതിയെ തന്നെ ആദരിക്കുന്നു. പ്രകൃതി ഒരു അമ്മയായി എത്രയോ കവിതകൾ, ONV കുറുപ്പിൻ്റെ കവിത, സുഗതകുമാരിയുടെ കവിതകളുണ്ട്. ഇവിടുത്തെ കവികൾ എത്രയോ ഈ പ്രകൃതിയെ അമ്മയായി കരുതി. എനിക്കൊന്ന് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, സർപ്പക്കാവുകൾ പാടില്ല, അത് അന്ധവിശ്വാസമാണ് എന്നൊരു കാലത്ത് പറഞ്ഞ് നശിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, വെട്ടിപ്പൊളിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ ഈ കാവുകൾക്ക് കോടിക്കണക്കിന് രൂപ സംരക്ഷണം കൊടുക്കുകയാണ്, ബജറ്റിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ കാവുകൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? കാരണം അതിൻ്റെ പിന്നിൽ സങ്കല്പമുണ്ട്. ഈ സങ്കല്പങ്ങൾ വളരെ പ്രധാനമാണ്. ജനങ്ങളുടെ സങ്കല്പങ്ങൾ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, അതാണ് ഒരു ജനതയെ നിലനിർത്തുന്നത്. അല്ലാതെ എല്ലാത്തിനെയും യുക്തിപൂർവം കണ്ട് യുക്തിപരമായി സമീപിച്ചു കഴിഞ്ഞാൽ ചിലതിൽ യുക്തിസഹമല്ലെന്ന് തോന്നാം. അത് അവരവരുടെ വീക്ഷണമാണ്, അവരുടെ നിലപാടുകളാണ്, അവരുടെ സമീപനമാണ്. പക്ഷേ കാവുകൾ സംരക്ഷിക്കാൻ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ബജറ്റിൽ വകകൊള്ളിച്ചുകൊണ്ട് അത് സംരക്ഷിക്കാൻ, നിലനിർത്താൻ കാരണം അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ആ മരക്കൂട്ടം അല്ലെങ്കിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന ആ ഒരു ആവാസ വ്യവസ്ഥ നിലനിർത്തുന്ന കാവുകൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലം മാറുന്നതനുസരിച്ച് അവർക്ക് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കാലഹരണപ്പെട്ടു പോയ ആശയാദർശങ്ങളെ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരേണ്ട ഒരു കാര്യമില്ല. കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു പോയി. ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണ് ഇപ്പോൾ കമ്മ്യൂണിസം ഉള്ളത്? അപ്പോൾ കാലമുയർത്തുന്ന ഭീഷണികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട്, പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കാൻ കഴിയുന്നത് ഈ നാട്ടിലെ ജനഹൃദയങ്ങളുടെ വികാരവും ഹൃദയത്തുടിപ്പും മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യഗന്ധിയായ ആശയാദർശങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാടിനെ അമ്മയായി കരുതുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസ സങ്കല്പമാണ്. അത് ഖനിക്കാൻ, ധ്വംസിക്കാൻ, വ്രണപ്പെടുത്താൻ ഒരു മന്ത്രി ശ്രമിക്കുന്നത് അനാവശ്യമാണ്. അത് തെറ്റായ കീഴ്വഴക്കം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പരിപാടി മാറ്റിവെക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നടത്താൻ പോവുകയാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ രാജ്ഭവനിലേക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് കൃഷി വകുപ്പിൽ നിന്നും. അതിൽ പറയുന്നത് പ്രകാരം പരിപാടിയിലെ മിനിറ്റ്സിൽ മാറ്റങ്ങൾ വരുത്തി, അതായത് ആദ്യം നൽകിയിട്ടുള്ള മിനിറ്റ്സിലുള്ള രീതിയിലല്ല പരിപാടി നടത്താൻ പോകുന്നത്, വീണ്ടും ഒരു മാറ്റം വരുത്തിയത് കൊണ്ടാണ് പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതെന്ന് പറയുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിലടക്കം CPIയും CPM ഒക്കെ കൃത്യമായിട്ട് നിലപാട്
നിലപാടാണ് എന്നുകൊണ്ട് പറയുന്നത് ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് കത്തിക്കുന്നു എന്നൊരു ചടങ്ങ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തത്, അത് ഭരണഘടനാ ലംഘനമാണ് എന്ന് പറയുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ പറയുമ്പോഴും ഈ ഒരു കത്തിൽ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ഇടത് സംഘടനകളുടെ ആ ഒരു നിലപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ഇത് ഭരണഘടനാ ലംഘനമെന്ന് പറയുന്നു. ഭരണഘടനയിലെ ഏത് വകുപ്പാണ്? അദ്ദേഹം പറയട്ടെ, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക. ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ്, ഏത് വകുപ്പും പ്രകാരമാണ് ഇത് ലംഘിച്ചു എന്ന് പറയുന്നത്? ഏത് വകുപ്പാണ് ലംഘിച്ചു? പറയട്ടെ. ഇവിടെ ഒരു വകുപ്പും ലംഘിച്ചിട്ടില്ല. രാജ്ഭവനിലെ പരിപാടി നിശ്ചയിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഗവർണർ അത് നിശ്ചയിച്ച പ്രകാരം അറിയിച്ചു. അതിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു, സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഭാരതമാതാവിൻ്റെ അവിടെ പുഷ്പാർച്ചന നടത്താൻ ഗവർണർ തയ്യാറാണെങ്കിൽ ഗവർണർ ചെയ്തോട്ടെ. അതിനിപ്പോൾ എന്താ? ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുന്നയാൾ ഇന്ന രീതിയിൽ സ്വാഗതം പറയണം എന്ന് പറഞ്ഞ് മുൻകൂട്ടി പറയാൻ പറ്റും. സ്വാഗത പ്രസംഗം നടത്തുന്നയാൾ സ്വാഗതം പറയേണ്ട സ്വാതന്ത്ര്യമാണ്, അയാൾ പറയട്ടെ എന്ന് നോക്കണം. മറുപടി ഉണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൻ്റെ സമയത്ത് മറുപടി പറയണം. ഗവർണർ ചെയ്ത് തെറ്റാണെന്ന് ആണ് അഭിപ്രായമെങ്കിൽ യോഗത്തിൽ പറയാം, സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ അതൊന്നും ചെയ്യാതെ ഒന്നാകെ ബഹിഷ്കരിച്ചാൽ ഒരു മന്ത്രിയാണെന്നാലും രാഷ്ട്രീയ പാർട്ടി നേതാവ് സാധാരണക്കാരനൊന്നുമല്ല, ഒരു മന്ത്രി, അതും പരിസ്ഥിതി ദിനം പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി, രാജ്ഭവനിൽ വെച്ച് നടത്തുന്ന പരിപാടി, അത് വന്നില്ല, ബഹിഷ്കരിച്ചു എന്നുള്ളത് മാത്രമല്ല, അത് വേറൊരു പരിപാടി പോയി നടത്തുക. അപ്പോൾ അത് ഭരണഘടനാപരമാണ്. ഒരു മന്ത്രി ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സർക്കാർ എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കേണ്ട എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മന്ത്രി ആ എക്സിക്യൂട്ടീവിൻ്റെ തലവനായിട്ടുള്ള ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാതെ അത് ബഹിഷ്കരിക്കുക, പങ്കെടുക്കാതെ മാറുമെന്ന മനസ്സിലാക്കാറുണ്ട്, അത് ബഹിഷ്കരിച്ചിട്ട് മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുക, അതാണ് ഭരണഘടനാ ലംഘനം. അത് ഒരിക്കലും ഈ നാട്ടിൽ ഉണ്ടാകാത്തൊരു കാര്യമാണ്, ഇന്നേ വരെ സംഭവിക്കാത്തൊരു കാര്യമാണ്. അത് അവഹേളിക്കുക, രാജ്ഭവനെ അവഹേളിക്കുക. രാജ്ഭവൻ ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ ധിക്കരിക്കുകയും അവഹേളിക്കുകയും തങ്ങളുടെ ഒരു ധാർഷ്ട്യം അവിടെ കാണിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ബദൽ പരിപാടി സംഘടിപ്പിച്ച് പകരം വീട്ടാൻ ശ്രമിക്കുന്നത് അത് തീർച്ചയായിട്ടും അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയാണ്. രാജ്ഭവനെ അട്ടിമറിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് നമ്മുടെ ഗവർണറെ തിരിച്ചു വിളിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഈ ഒരു വിഷയത്തിൽ ഗവർണറെ തിരിച്ചു വിളിക്കാൻ മാത്രമുള്ള ഒരു രീതിയിലേക്ക് എത്തേണ്ടതുണ്ടോ? ഗവർണർ എന്തിനാണ് തിരിച്ചു വിളിക്കുന്നത്? ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച അദ്ദേഹം വരുത്തിയിട്ടുണ്ട്? ഈ കേരള സർക്കാരിൻ്റെ ഭരണത്തിൽ അദ്ദേഹം ഇടപെട്ട ഏതെങ്കിലും മന്ത്രിസഭയ്ക്കോ ഭരണ നിർവഹണത്തിനോ എന്തെങ്കിലും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം മന്ത്രി പി പ്രസാദിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗവർണറെ വിളിക്കണം. അപ്പം പി പ്രസാദിന് ഇഷ്ടപ്പെടുന്ന രീതി ഭരിക്കാനാണോ ഗവർണർ അവിടെ ഇരിക്കുന്നത്? അല്ലല്ലോ. ഗവർണർ അവിടെ ഇരിക്കുന്നത് ഭരണഘടനാപരമായ തങ്ങളുടെ ചുമതല നിർവഹിക്കാനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യത്തെ പ്രതി അച്ചടിക്കുമ്പോൾ, അംബേദ്കർ രൂപകൽപ്പന ചെയ്ത് അച്ചടിച്ച് പുറത്തിറക്കുമ്പോൾ ഈ ഭാരതത്തിൻ്റെ മാനബിന്ദുക്കളായിട്ടുള്ള ചിത്രങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു. ശ്രീരാമൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മാനബിന്ദുക്കൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിലുണ്ടായിരുന്നു. എന്താ അതൊക്കെ അന്ന് ചെയ്തത്? കാരണം അതൊരു മതപരമായ കാര്യമല്ല, ദേശീയമായ കാര്യമാണ്. ഭാരതമാതാവിൻ്റെ ചിത്രം ദേശീയമാണ്. ദേശീയ വികാരങ്ങളെ ഉണർത്തുന്ന ഒരു ബിംബമാണ്. അതിനെ ധിക്കരിക്കുക, അതിനെ തള്ളിപ്പറയുക, അതിൻ്റെ പേരിൽ ഒരു പരിപാടി ബഹിഷ്കരിക്കുക, എന്നിട്ട് ബദലായിട്ട് മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുക, ഇതൊക്കെ വാസ്തവത്തിൽ ഒരു രാഷ്ട്രത്തിൽ, അതൊക്കെ ഇവിടെ നടക്കും, കേരളത്തിൽ ഒരു പക്ഷേയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ഇതിന് മറുപടി പറയും. ജനങ്ങൾക്കിത് മനസ്സിലാവും. അവർ ചുട്ട മറുപടി കൊടുക്കും. ആരാ തെറ്റ് ചെയ്ത്, ആരാ ഭരണഘടന ലംഘിച്ചത്, ആരാണ് നാടിൻ്റെ താല്പര്യം ധ്വംസിച്ചത്, വ്രണപ്പെടുത്തിയത്, അത് ജനങ്ങൾക്കറിയാം.